ഹായ് സൺഷൈൻസ്, ദിസ് ഇസ് എബിൻ സേ ഫ്രം എബിക് ഓഡിയോ. ഇന്നത്തെ പോഡ്കാസ്റ്റ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആപ്പിൾ ഒഫീഷ്യലി റിലീസ് ചെയ്തിരിക്കുന്ന ആ ഒരു ആപ്പിൾ ഇവന്റിന്റെ കാര്യങ്ങളും അതേപോലെ തന്നെ എങ്ങനെയാണ് ടൈമിംഗ്, ഏതൊക്കെ സമയത്ത് ഈ പറഞ്ഞ ഏതൊക്കെ രാജ്യങ്ങളിലിരുന്ന് ഈ ഒരു ഇവന്റ് നമുക്ക് കാണാൻ പറ്റും, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും അതോടൊപ്പം ഈ ഒരു ഇവന്റിന് ശേഷം പുതിയതായിട്ട് ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്ന കുറച്ചധികം മാറ്റങ്ങൾ ഉണ്ട്. അതെന്തൊക്കെയാണ് ഈ ഒരു പോഡ്കാസ്റ്റിൽ നമുക്ക് സംസാരിക്കാം. തുടക്കം തന്നെ നമ്മുടെ ഈ പറയുന്ന സെപ്റ്റംബർ 9 രാത്രി 10:30 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം IST രാത്രി 10:30 ഈ ഇവന്റ് നടക്കാൻ പോകുന്നത്. അതോടൊപ്പം ഇപ്പോൾ പല രാജ്യങ്ങൾക്കും പല സമയത്തും പല ദിവസങ്ങളും ആയിരിക്കും. സ്പെസിഫിക് ടൈം പറയുകയാണെങ്കിൽ നമുക്ക് രാവിലെ 10 മണിക്കാണ് അവിടെ പെസിഫിക് ടൈമിൽ. ഈസ്റ്റേൺ ടൈം പറയുകയാണെങ്കിൽ ഉച്ചക്ക് 1 മണിക്കാണ്. ഇനി സെൻട്രൽ ടൈം പറയുകയാണെങ്കിൽ ഉച്ചക്ക് ഇതേപോലെ തന്നെ 12 മണിക്കാണ്. അതേപോലെ ഇനി ന്യൂസിലൻഡിലുള്ള സ്റ്റാൻഡേർഡ് ടൈം പറയുകയാണെങ്കിൽ പിറ്റേ ദിവസം 9 അല്ല 10 രാവിലെ പുലർച്ചെ 5 മണിക്കാണ് ന്യൂസിലൻഡിലെ ഉള്ള കൂട്ടുകാർക്ക് ഈ ഇവന്റ് കാണാൻ പറ്റുക. അതേപോലെ തന്നെ ഓസ്ട്രേലിയയിലുള്ള കൂട്ടുകാർക്കും പിറ്റേ ദിവസം 10 രാവിലെ 3 മണിക്കായിരിക്കും കാണാൻ പറ്റുന്നത്. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ഡിഫറെൻറ്റ് ടൈം സോൺസിലാണ് ഈ ഇവന്റ് കാണാൻ പറ്റുക. നിങ്ങളുടെ ഫ്രണ്ട്സും അതേപോലെ ആരെങ്കിലും കൂട്ടുകാരൊക്കെ പുറത്തുണ്ടെങ്കിൽ, ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പോഡ്കാസ്റ്റ് അവർക്ക് അയച്ചു കൊടുക്കുക. കാരണം അവരുടെ കറക്റ്റ് ടൈമിൽ അവർക്ക് ഈ ഇവന്റ് കാണണമെങ്കിൽ ഇതായിരിക്കും ബെസ്റ്റ് ടൈമിംഗ്. ഇതാണ് കറക്റ്റ് ടൈമിംഗ് എന്ന് പറയുന്നത്. ഇതിനുശേഷം നമ്മുടെ യൂട്യൂബിൽ ഈ പറഞ്ഞ ആപ്പിൾ ഇവന്റ് കിട്ടും. പക്ഷെ ആ ഒരു കറക്റ്റ് ഇവന്റ് ടൈമിൽ എല്ലാവരും കാണുന്ന അതേ സമയത്ത് അവർക്കും കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം പാറ്റേൺ ഫോളോ ചെയ്യണം. ആൻഡ് ഈ ഒരു ഇവന്റിൽ പോസ്റ്റർ ആപ്പിൾ റിലീസ് ചെയ്തപ്പോൾ അതിൽ മെയിനായിട്ട് വന്നൊരു കാര്യമാണ് അതിൻ്റെ പേരും അതേപോലെ പോസ്റ്ററിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും എന്ന് പറയുന്നത്. ഈ ഒരു ഇവൻ്റെ പേര് ആപ്പിൾ കൊടുത്തിരിക്കുന്നത് ഇറ്റ്സ് ഗ്ലോ ടൈം എന്നാണ്. ഗ്ലോ അതായത് തിളങ്ങുക. ഈ തിളക്കം വരുന്നത് ആപ്പിളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക യൂസർ ഇൻ്റർഫേസിൽ തിളങ്ങി നിൽക്കുന്നതും ഇനി തിളങ്ങാൻ പോകുന്നതും അഫ്കോഴ്സ് നമുക്കറിയാവുന്ന പോലെ പുതിയ സിറിയും അതേപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ ഈ പറയുന്ന ആപ്പിൾ ഇൻ്റലിജൻസ് തന്നെയാണ്. ഈ രണ്ട് കാര്യങ്ങൾക്കും നല്ല രീതിക്കുള്ള കളർ കോമ്പിനേഷൻസും അതേപോലെ കളർ ഗ്ലോയിങ്ങും നമുക്ക് ആനിമേഷൻസൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് റെഫറൻസ് ഈ പറഞ്ഞ പുതിയ സിറിക്കും ആൻഡ് ഈ പറയുന്ന പുതിയ ആപ്പിൾ ഇൻ്റലിജൻസിനുമാണ് ആപ്പിൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ഈ പറഞ്ഞ iPhone 16 സീരീസിൽ എല്ലാം 16, 16 Plus, 16 Pro ആൻഡ് 16 Pro Maxലും നമുക്ക് ഈ പറയുന്ന പുതിയ സിറിയും അതേപോലെ ആപ്പിൾ ഇൻ്റലിജൻസും ലഭിക്കുമെന്ന് പക്കാ ഷുവറായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിൽ വേറൊരു മാറ്റം ഉണ്ടാവില്ല. പ്രോ സീരീസിൽ മാത്രമായിരിക്കില്ല ഈ ഒരു ഓപ്ഷൻ വരുന്നത്, നോൺ പ്രോ സീരീസിലും നമുക്ക് ലഭിക്കും. അൺഫോർച്ചുനേറ്റ്ലി 15 Pro മുതലാണ് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ആപ്പിൾ ഇൻ്റലിജൻസ് നമുക്ക് ലഭിക്കുക. പക്ഷേ എൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് iPhone 15 സീരീസ് മുതലെങ്കിലും ഈ പറഞ്ഞ പുതിയ സിറി ആനിമേഷൻ അല്ലെങ്കിൽ പുതിയ സിറിയുടെ ഇൻ്റഗ്രേഷനെങ്കിലും അറ്റ്ലീസ്റ്റ് വരണമെന്ന് എല്ലാവരും താല്പര്യപ്പെടുന്നുണ്ട്. ആൻഡ് വേറൊരു കാര്യം, ഈ ഒരു ഇവന്റിന് ശേഷം ആപ്പിൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോകുന്ന കുറച്ചധികം എന്താ പറയുക പ്രൊഡക്റ്റുകളുണ്ട്. എല്ലാ കൊല്ലം ആപ്പിൾ അങ്ങ് ഓരോ ഇവന്റിന് ശേഷം അല്ലെങ്കിൽ ഓരോ കൊല്ലത്തിന് ശേഷം പഴയ എല്ലാ കാര്യങ്ങളും ആപ്പിൾ എടുത്ത് ഡിസ്കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരു 10 പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് റിലീസായ 15 സീരീസിൽ 15 Plus ആപ്പിൾ എന്തായാലും ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. കാരണം 15 Plus എന്ന് പറഞ്ഞാൽ 12 മിനിയും 13 മിനിയെ റീപ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫെയിലിയർ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് 14, 15 Plus എന്നുള്ള മോഡൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ പ്ലസ് മോഡലും അത്രയ്ക്ക് വലിയൊരു ഹിറ്റ് ആയില്ല, മാസീവ് ഹിറ്റ് ആയില്ല. നമ്മുടെ iPhone 15ഉം 15 Pro സീരീസും വെച്ച് നോക്കുമ്പോൾ 15 Plusഉം അതേപോലെ 12 മിനി സീരീസും അത്രയ്ക്ക് അവർ എക്സ്പെക്ട് ചെയ്ത ഹിറ്റ് ആയില്ല. അതുകൊണ്ട് തന്നെ പുതിയ വരാൻ പോകുന്ന ഈ പറയുന്ന ഡിവൈസിന് ശേഷം അല്ലെങ്കിൽ 16 സീരീസിന് ശേഷം 14 Plus, 15 Pro, 15 Pro Max എന്നീ പറഞ്ഞ എല്ലാ ഡിവൈസും ആപ്പിൾ ഡിസ്കണ്ടിന്യൂ ചെയ്യും. iPhone 13 ആപ്പിൾ ഡിസ്കണ്ടിന്യൂ ചെയ്യും. ആപ്പിൾ വാച്ച് സീരീസിൽ ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് സീരീസ് 9 ആപ്പിൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതാണ് നമുക്കുള്ള റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ Ultra 2 ആൻഡ് ആപ്പിൾ വാച്ച് SE 2ഉം ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതാണ് പറഞ്ഞത്. കാരണം ഏറ്റവും കൂടുതൽ ആപ്പിൾ പുഷ് ഫോർവേഡ് ചെയ്യാൻ പോകുന്നത് ആപ്പിൾ വാച്ചിൻ്റെ പുതിയ സീരീസ് തന്നെയായിരിക്കും. ആപ്പിൾ വാച്ച് സീരീസ് 10, Ultra 3 ആൻഡ് ആപ്പിൾ വാച്ച് SE 3 റിലീസ് ആകുന്നുണ്ടെങ്കിൽ ആപ്പിൾ വാച്ച് SE 3 ഈ മൂന്നും ആപ്പിൾ നല്ല രീതിക്ക് പുഷ് ചെയ്യും. പിന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ആപ്പിൾ ഇവന്റിൽ എന്തൊക്കെ റിലീസാവുന്നു, ഏതൊക്കെ പ്രൊഡക്റ്റുകൾ റിലീസാവുന്നുണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ
യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് നമ്മുടെ ഈ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിലും അല്ലെങ്കിൽ നമ്മുടെ എബിൻ സേവിയർ ഡോട്ട് അല്ലെങ്കിൽ എബിൻ സേവിയർ /യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ നമ്മുടെ ആപ്പിൾ ഇവനിൽ വരാൻ പോകുന്ന എല്ലാ പ്രൊഡക്റ്റുകളും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞതാണ് എയർപോഡ്സിൻ്റെ 4th ജനറേഷൻ നമുക്ക് റിലീസാകും. ഈ പറയുന്ന എയർപോഡ്സ് 4th ജനറേഷൻ റിലീസാകുമ്പോൾ നേരത്തെ റിലീസായ എയർപോഡ്സ് 2 ആൻഡ് എയർപോഡ്സ് 3 ആപ്പിൾ ഡിസ്കണ്ടിന്യൂ ചെയ്യും. ആപ്പിളിൻ്റെ പ്രോ സീരീസ് ഒന്നും ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. പിന്നീട് നമുക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഐപാഡ് മിനി 6ഉം അതേപോലെ ഐപാഡ് 10ഉം ആപ്പിൾ ഡിസ്കണ്ടിന്യൂ ചെയ്യും. ഈ പറയുന്ന എല്ലാ പ്രൊഡക്റ്റും എനിക്ക് തോന്നുന്ന ഏകദേശം 10 പ്രൊഡക്റ്റുകളാണ് ആപ്പിൾ ഈ ഒരു ആപ്പിൾ ഇവൻറ്റിന് ശേഷം ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അതേപോലെ നമ്മുടെ എൻവയോൺമെൻ്റൽ ഹെൽത്തിന് വേണ്ടി ആപ്പിൾ സിൽക്കൺ കേസുകൾ ഉപേക്ഷിച്ചുകൊണ്ട് ഫൈൻ മൂവൺ കേസിലേക്ക് ജമ്പ് ചെയ്തായിരുന്നു ലാസ്റ്റ് ഇയർ. പക്ഷെ ആ ഒരു ഫൈൻ മൂവൺ കേസിന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ കുറേയധികം വിമർശനങ്ങളും വന്നിട്ടുണ്ട്. കാരണം നല്ല രീതിക്ക് സ്ക്രാച്ചസ് വരിക, ഫൈൻ വോളൻ മെറ്റീരിയൽ പൊളിഞ്ഞു പോവുക, അങ്ങനെ കുറേയധികം ഇഷ്യൂസ് ഈ പറഞ്ഞ ആപ്പിളിൻ്റെ ഫൈൻ വോളൻ കേസിൽ വന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടെ റിഫൈൻ ചെയ്യും എന്നാണ് ആപ്പിൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഒരു 2 മാസം മുമ്പേ കിട്ടിയ റിപ്പോർട്ടിൽ പറയുന്നത് ഈ പറഞ്ഞ ഫൈൻ വൂളൻ കേസുകൾ ആപ്പിൾ ഡിസ്കണ്ടിന്യൂ ചെയ്യും എന്നാണ്. കാരണം ഇത്രയും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആപ്പിൾ ഒന്നെങ്കിൽ അത് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് നിർത്തും. പിന്നെ ആ പ്രൊഡക്റ്റ് റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവില്ല എന്നും നമുക്കൊരു കരക്കമ്പി കേൾക്കുന്നുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് ഈ പറഞ്ഞ കേസിൻ്റെ കാര്യങ്ങൾ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ പറഞ്ഞ എവിക് ഓഡിയോ പോഡ്കാസ്റ്റിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഈ ഒരു പോഡ്കാസ്റ്റിൽ പുതിയ കാര്യങ്ങളും അതേപോലെ ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ പുതിയ പോഡ്കാസ്റ്റിലും ബാക്കി ആപ്പിൾ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് എന്തായാലും നമ്മളെ ഫോളോ ചെയ്യുക. യൂട്യൂബിലും അതേപോലെ ആപ്പിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും എല്ലാത്തിലും നമ്മുടെ ഈ പറഞ്ഞ പോഡ്കാസ്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തായാലും ചെക്കൗട്ട് ചെയ്യാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത പോഡ്കാസ്റ്റിലാണ്. ദിസ് ഇസ് എബിൻ സേവിയർ ഫ്രം എബിക് ഓഡിയോ.